കൂടി ഇത് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് കസ്റ്റഡിയിലാവുന്നത്. അപ്പോൾ ഇത് നിയമസഭയിലടക്കം ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നുറപ്പാണ്. മറ്റൊന്ന് കൂടിയുള്ളത്, കോൺഗ്രസിന് കൂടി ദേശീയ തലത്തിൽ ഇതിലൊരു നിലപാടെടുക്കേണ്ടി വരും. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമാണ്. തമിഴകത്ത് ഈ ജലത്തർക്കം എത്ര കണ്ട് വൈകാരികമാകുന്നു എന്നത് മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണമുണ്ട്. അപ്പോൾ അത്തരം വൈകാരിക നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണോ സാഹചര്യം? തീർച്ചയായും ഈ ഒരു അറസ്റ്റിൽ തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ അതൊരു DMKയ്ക്ക് മേൽക്കൈ ഉണ്ടാക്കുന്നതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. കാരണം തമിഴ്നാടിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഉദയനിധി അറസ്റ്റ് വരിക്കുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് സജിത്ത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാത്ത ഒരു ഇനിഷ്യേറ്റീവ് തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഉദയനിധി തമിഴ്നാടിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന ഒരു വികാരം ആളെ കത്തിക്കാൻ തന്നെയായിരിക്കും DMK ശ്രമിക്കുക. അതിൻ്റെ ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ, ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. DMK ഇതൊരു അവസരമാക്കി മാറ്റുന്നുണ്ട്. നേരത്തെ കാവേരി നദീതല ചർച്ചയുമായി ബന്ധപ്പെട്ട് DMKയുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യങ്ങളുണ്ട്, നേരത്തെ അവർ നടത്തിയ നീക്കങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു നിലപാടായിരുന്നു സ്റ്റാലിൻ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ വിജയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ DK ശിവകുമാറുമായി ഒരു ചർച്ചയ്ക്കുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ DK ശിവകുമാർ ആ ചർച്ചയ്ക്ക് തയ്യാറായില്ല. അങ്ങനെ ഒരു ചർച്ച നടത്താൻ പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ അതിൽ നിന്ന് പിന്മാറിയത്. അതേസമയം വിജയുടെ ചിത്രമായ ജനനായകൻ ഉൾപ്പെടെ കർണാടകയിലെ തിയേറ്ററുകളിൽ നിന്ന് ഒഴിവാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ചിത്രം പ്രദർശിപ്പിച്ചാൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ സിനിമയുടെ പ്രദർശനം ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോയത്. തമിഴ്നാട് നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വരികയും അടുത്ത ദിവസം സഭ ചേരുമ്പോൾ തീർച്ചയായും ഇങ്ങനെ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യവും ഉറപ്പായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. തൃഷയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ അതുതന്നെയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ വകുപ്പുകൾ അതിൻ്റെ എല്ലാം തന്നെ ഒരു ആകെത്തുക പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഓൺലൈൻ ഓഫ്ലൈൻ അതിക്രമം, അശ്ലീല സന്ദേശങ്ങൾ അയക്കൽ, ഭീഷണിപ്പെടുത്തൽ, പൊതുസ്ഥലത്തെ അപമാനം, ക്രമസമാധാന ലംഘനത്തിന് ശ്രമിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. അതായത് തൃഷയെ ആക്ഷേപിച്ചു, വിജയുമായി ചേർത്ത് ആ ഒരു പേരുമായി ചേർത്ത് ആക്ഷേപകരമായ ദ്വയാർത്ഥ പ്രയോഗമുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസെടുത്തു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്ക് ഒന്നുകൂടി ഈ വകുപ്പുകൾ പരിശോധിക്കാവുന്നതാണ് സൈത്ത്. പ്രധാനപ്പെട്ട ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരമാണ് ഈ കേസെടുത്തിട്ടുള്ളത്. വിദ്വേഷം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കുക, ലഹള ഉണ്ടാക്കുക, പൊതുസമാധാനം തകർക്കുക, ഒരു സ്ത്രീയുടെ മാന്യതയെ കടുത്ത രീതിയിൽ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുക, അത് വകുപ്പ് 79. അതോടൊപ്പം തന്നെ പൊതുസ്ഥലത്തോ അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ അശ്ലീല വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആംഗ്യങ്ങൾ നടത്തുകയോ ചെയ്യുക, അതുതന്നെയാണ് ഈ ദ്വയാർത്ഥ പ്രയോഗവുമായി ഉയർന്നു വന്ന ആക്ഷേപം. ആ ഒരു കാര്യത്തിലാണ് ആ വകുപ്പ് ചേർത്തിരിക്കുന്നത്. വകുപ്പ് 61 കുറ്റകരമായ ഗൂഢാലോചനയാണ്. അതായത് ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു വകുപ്പ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വകുപ്പ് തമിഴ്നാട് സ്ത്രീ പീഡന നിരോധന നിയമം വകുപ്പ് 4 അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് എടുത്തു കാണേണ്ടത്. പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ വെച്ച് സ്ത്രീകളെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യൽ, ഇതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അങ്ങനെ നിരവധിയായ IT വകുപ്പുകൾ ഉൾപ്പെടെ നിരവധിയായ വകുപ്പുകൾ ചുമത്തിയാണ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കരുണാനിധിയെ ഇങ്ങനെ ജയലളിത സർക്കാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അന്ന് ചെന്നൈയിൽ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, ആ ആരോപണത്തിൻ്റെ പേരിൽ എടുത്ത കേസുകൾ, ആ കേസുകളുടെ പേരിൽ കരുണാനിധിയെ വീട്ടിൽ കയറി ജയലളിതയുടെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾ പിന്നിടുമ്പോൾ, ഏതാണ്ട് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ചെറുമകനെ വീട്ടിൽ നിന്ന് കയറി വിജയ് സർക്കാരിൻ്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന മറ്റൊരു കാഴ്ച. അന്ന് കരുണാനിധിയുടെ അറസ്റ്റ് അത് പിന്നീട് DMKയ്ക്ക് വലിയ ഗുണമാകുന്ന തരത്തിലൊക്കെ ഒരു ഘട്ടത്തിൽ മാറുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഉദയനിധി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതേതെങ്കിലും ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിലല്ല, മറിച്ച് തമിഴ്നാടിൻ്റെ പൊതു ആവശ്യം ഉന്നയിച്ചതിന് വേണ്ടി തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇതിൻ്റെ എന്ത് പ്രത്യാഘാതമുണ്ടെങ്കിലും താൻ നേരിട്ട് കൊള്ളാം എന്ന ഒരു മറുപടി മാത്രമാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് ആത്മവിശ്വാസത്തോടെ ഉദയനിധി സ്റ്റാലിൻ പറയുന്നു ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും താൻ നേരിടാം എന്ന കാര്യം. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ഒരു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. എന്തായാലും തമിഴകത്തിൻ്റെ വലിയ
തുടർ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. I'm ready to face the consequence. Let us wait and see. But you think your rights are misconstrued? Definitely. They have arrested me for nothing I have said. I didn't say anything wrong. I didn't say anything wrong about anybody. They have arrested me. I'm not worried. I'm ready to face the consequence. I'm ready to face the consequence. Let us wait and see. But you think your rights are misconstrued? Definitely. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.